വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരു നാടൻ സ്നാക്കാണ്. ആവിയിൽ വേവിച്ചെടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഞാനിതിന് ചെമ്മീൻ്റെ ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് കൊടുക്കാം. മീനോ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 40 ചെമ്മീൻ കൽമാസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് പറയുന്നത്. ഇതിനായിട്ട് 5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൽ മെഷർ ചെയ്തെടുത്തതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. 4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇത് വറുത്ത പച്ചരിപ്പൊടിയാണ്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ 4 കപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഓരോരുത്തരുടെയും എടുക്കുന്ന പത്തിരിപ്പൊടി, അതായത് അരിപ്പൊടിയുടെ ഡിഫറൻസിനനുസരിച്ചിട്ട് വെള്ളത്തിന് ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ചിട്ട് ഇത് അടച്ച് വെക്കുക. ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ 750 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോ. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ റോസ്റ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ വറുത്തെടുക്കൂലേ, ആ ഒരു പാകത്തിലാവുന്നവരെ ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ചെമ്മീനല്ലാതെ നിങ്ങൾക്ക് അയില ഉപയോഗിച്ചിട്ട്, അയക്കൂറ ഉപയോഗിച്ചിട്ട്, ആവോലി ഉപയോഗിച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതെല്ലാം ചിക്കനൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ മൊരിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉള്ളിയും ഒക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ 3 വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ 40 കൽമാസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളിയും ചെമ്മീനും പത്തിരിപ്പൊടിയൊക്കെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഉള്ളി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് വേണം. ഞാൻ കുറച്ച് മല്ലിയിലയും 2 തണ്ട് കരിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ചെമ്മീനിൽ ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി എടുക്കാം. അപ്പം ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇടുക. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എരിവ് നന്നായിട്ട് കൂടിപ്പോവും. നമ്മൾ ചേർത്ത മസാലപ്പൊടികളുടെ പച്ചമണം പോയി ഉള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്ന ചെമ്മീനില്ലേ, അത് ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. സാധാരണ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നുറുക്കിയതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്
ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ മിക്സിയിൽ ഇടാത്തതാണ് നല്ലത്. ഇതുപോലെ മുറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കാം. ഞാൻ ഒരു ചിരകിയ തേങ്ങ മുഴുവനായിട്ട് ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10-12 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് നല്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് തരിയൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പൊടിയില്ലേ, ആ പൊടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ അരച്ച ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളിയോ അല്ലെങ്കിൽ ജീരകമോ ഒന്നും കാണുന്നില്ല. അത്രയും നന്നായിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഈ തേങ്ങയുടെ കൂട്ട് ചേർക്കുന്ന സമയത്ത് പൊടിക്ക് ചെറിയ ചൂടുണ്ടാവണം. നന്നായിട്ട് തടഞ്ഞു പോകരുത്. ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പത്തിരിയൊക്കെ കുഴയ്ക്കുന്ന പാകത്തിലേക്കായി കിട്ടുള്ളൂ. ഇനി കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പാകത്തിലേക്ക് ഈ ഒരു മാവിനെ ആക്കിയിട്ടെടുക്കാം. ഈ തേങ്ങയെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മാവിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും തേങ്ങയുടെ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നമ്മൾ പത്തിരിയൊക്കെ ആക്കുന്ന ആ ഒരു പാകത്തിലായിട്ടുണ്ട്. വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം കുഴയ്ക്കുന്ന സമയത്ത്. മാവ് നല്ല ലൂസാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ വെളിച്ചെണ്ണ തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽ പറ്റും. ഇനി ഒരു നെല്ലിക്കേനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള മാവ് എടുക്കുക. എന്നിട്ട് മാവ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് സ്നാക്കിൻ്റെ വലുപ്പം എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് മാവ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അരികു വശമൊക്കെ ഒരു തിന്നായിട്ട് ആകുന്ന രീതിയിൽ വേണം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. നടുഭാഗത്ത് മാത്രമായിട്ടാണ് മസാല വെക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത് ഉന്നക്കായൊക്കെ ഉരുട്ടുന്ന ആ ഒരു ഷേപ്പിലാണ്. നിങ്ങൾക്ക് ബോൾ പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് സീലാവുന്ന രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രാക്കൊന്നും ഉണ്ടാവരുത്. ക്രാക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ആവിയിൽ വേവിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ക്രാക്കൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായി തന്നെ ഉരുട്ടിയെടുക്കുക. 2 വശവും നമ്മൾ ഉന്നക്കായൊക്കെ ഉരുട്ടുന്ന പോലെ തന്നെ ഇതുപോലെ കൂർപ്പിച്ചിട്ട് നടുവിൽ കുറച്ച് വീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുക. ഇങ്ങനെ തന്നെ ബാക്കി എല്ലാ ബോളുകളും നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നെ ഓരോ ബോൾ ഉരുട്ടുന്ന സമയത്തും കയ്യിൽ എണ്ണ തടവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൽമാസ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോവും. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കൽമാസമൊക്കെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലത്തെ ഒരു ആവിച്ചെമ്പിലാണ് ഇത് വേവിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ കുറച്ചധികം വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാനിതിൽ ഫോയിൽ പേപ്പർ വിരിച്ചിട്ടാണ് നമ്മുടെ സ്നാക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കിത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം വാഴയിലയോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള മസ്ലിൻ പോലത്തെ തുണികളോ ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള സ്നാക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഇത് ആവിയിൽ വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഫോയിലിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ നടുവിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. പക്ഷേ മുഴുവനായിട്ട് മുകൾ ഭാഗം മൂടരുത്, അതും ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ സ്നാക്ക് വേവുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് വെന്തോന്നറിയാനായിട്ട് 25 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ തുറക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് ഇത് കുറച്ച് ഇങ്ങനെ ഒന്നും കൂടെ വീർത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ചേർത്തിട്ട് ഒരു തിക്കായിട്ടുള്ള മസാല ഉണ്ടാക്കണം. നമ്മൾ സാധാരണ മീനൊക്കെ
മസാല പുരട്ടുന്ന പോലെയുള്ള ഒരു മസാല വേണം ആക്കാനായിട്ട്. ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കാൻ എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തിക്കായിട്ടുള്ള മസാല പേസ്റ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം. നമ്മുടെ സ്നാക്ക് ചൂട് ചെറുതായിട്ടൊന്ന് തണഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ആ സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നിങ്ങൾക്ക് കയ്യിലൊക്കെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ചൂട് മുഴുവനായിട്ട് പോയിട്ടുമില്ല. ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല, ഒരു തിന്നായിട്ടുള്ള കോട്ടിങ് ചെയ്താൽ മതി. ഓൾറെഡി ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല വെച്ചിട്ടുണ്ടല്ലോ, അപ്പം വളരെ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്ന് പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, വെറും ഒരു 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും നിങ്ങൾക്ക് ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പാത്രം ഒന്നിങ്ങനെ ഇളക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ടോസ് ചെയ്തിട്ടെടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് പോവാനും ആ കുത്തലൊന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് ഒന്ന് ടോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പാത്രം ഇളക്കിയിട്ടാണ് ഇത് ഇളക്കുന്നത്. ഇനി അങ്ങനെ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് മുറിഞ്ഞു പോകുന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മറിച്ചിടാം, ഒരു കുഴപ്പമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മസാല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതും ആരും മറക്കരുത്. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.